നമ്മുടെ നേരെ ആ മുമ്പിൽ കാണുന്ന കുന്ന് ഹൈക്കിങ്ങിന് ഹൈബീം എന്ന് പറയും. അത് ഹൈക്കിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹില്ലാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് ഹൈക്ക് ചെയ്യാനായിട്ട് പോകും. അതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് വഴി നമുക്ക് ഇവിടുന്ന് ക്യാമറ വഴി ആൾക്കാരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ഒരുപാട് പേര് ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. വളരെ ഹൈലി റിസ്ക്കിയും അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് ആണ് അതിൻ്റെ ടോപ്പിലേക്ക്. ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമ്മളിനി അടുത്തത് ഹൈക്ക് ചെയ്യാനായിട്ട് പോണത്. സോ ആ കാണുന്ന മൗണ്ടൻ്റെ ടോപ്പിലേക്കാണ് നമ്മളിപ്പോൾ ഹൈക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുത്തനെ ഉള്ളൊരു മൗണ്ടൻ ആണിത്. വളരെ സാഹസ്യം നിറഞ്ഞൊരു ഹൈക്കാണ് അതിൻ്റെ മുകളിലേക്ക്. ഇവിടെ വരുന്ന എല്ലാവരും അതിൻ്റെ മുകളിലേക്ക് ഹൈക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളായിട്ട് ഇനി കുറയ്ക്കണമെന്ന് വെച്ചിട്ട് നമ്മളും പോണത്. ചില സ്ഥലത്ത് ഇതേപോലെ പാറകൾ തുളച്ച് അതിൽ കമ്പി ഇട്ടിട്ട് നമ്മൾ അതുവഴിയാണ് പിടിച്ചു പോകുന്നത്. ജസ്റ്റ് നമ്മുടെ കൈ അവിടെ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴത്തേക്ക് പോവുകയാണ്. വേറെ ഓപ്ഷനൊന്നുമില്ല. നേരത്തെ നമ്മൾ ആ താഴ്ത്താണ്, ആ ബീച്ചിൽ നിന്നിട്ടാണ് നമ്മൾ ഈ മലയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നിന്ന സാൻഡ് ബീച്ചാണ് ആ താഴ്ത്ത് കാണുന്നത്. നമ്മൾ ഏകദേശം പകുതി വഴി ഹൈക്ക് ചെയ്തെത്തി. ഇനി നമുക്ക് ആ കാണുന്ന ടോപ്പിൽ കയറണം. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. സോ നിങ്ങൾക്ക് അതിൻ്റെ സൈഡ് വഴി കാണാം. മൊത്തം പാറക്കെട്ടുകളാണ് അതിൻ്റെ സൈഡിൽ. നമ്മളപ്പോൾ പാറക്കെട്ടുകളുടെ ഒരു സൈഡിൽ കൂടെയാണ് അള്ളിപ്പിടിച്ച് കയറി പോണത്. കുറച്ച് റിസ്ക് പിടിച്ചൊരു യാത്രയാണിത്. പക്ഷെ എന്നാലും നല്ല രസമുള്ളൊരു ഇതാണ്. നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ മേളിൽ നിന്ന്. സോ നമ്മളിപ്പോൾ ഈ ഹൈക്ക് ചെയ്യുന്ന ഈ ഒരു മലയുടെ പേരെന്ന് പറഞ്ഞത് ബീഹൈവ് ട്രയൽസ് എന്ന് പറയും. ഇത് ഈ പാർക്കിൽ തന്നെ പൊക്കം കൂടിയ മലകളിൽ ഒന്നാണ്. ഈ അക്കേഡിയ നാഷണൽ പാർക്കിലെ മെയിൻ ഒരു അട്രാക്ഷനും കൂടിയാണ് ഈ ബീഹൈവ് മൗണ്ടനിലേക്കുള്ള ഹൈക്ക്. പക്ഷേ അറ്റ് ദ സെയിം ടൈം വളരെ റിസ്ക് പിടിച്ചൊരു ഹൈക്കും കൂടിയാണ്. കാരണം മൊത്തം പാറകളാണ്, പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ പിടിച്ചൊക്കെ കയറി പോണത്. പക്ഷേ ഇവിടുന്ന് താഴത്തെ അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കുള്ള വ്യൂ കിടിലം വ്യൂ ആണ്. അപ്പോൾ അത് ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളിത് ഹൈക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഭയങ്കര കാറ്റാണ്, അതേപോലെ ഒടുക്കത്തെ തണുപ്പ് പിടിച്ച കാറ്റാണ്. പക്ഷേ എൻജോയ് ചെയ്തിങ്ങനെ പോവുകയാണ്. സോ ഇവിടെ വരുന്ന എല്ലാവരും ഇത് ഇവിടെ ഹൈക്ക് ചെയ്യാറുണ്ട്. ഇത് വൺ ഓഫ് ദി എന്താ പറയുക, ഒരു ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റീസാണ് ഈ ബീവഹായ് ട്രയൽസ് ഹൈക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് അതിൻ്റെ മുകളിലേക്ക് പോകുന്തോറും. മുന്നോട്ട് പോകുന്തോറും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ കാണിച്ചു തരാം നമ്മൾ കയറിപ്പോകുന്ന റൂട്ട്.
സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇത്രയും റിസ്ക് പിടിച്ചുള്ളൊരു ഹൈക്കിങ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ നടത്തിയതിൽ ഏറ്റവും ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് ആണ് ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കണേ. കാറ്റാണെങ്കിൽ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ കാറ്റാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ടോപ്പിലെത്താറായി. കയറി വന്ന വഴികൾ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതുപോലത്തെ സൈഡ് വഴിക്കാണ് നമ്മൾ പോണത്. കാലൊക്കെ ഒന്ന് തെന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴത്തേക്കാണ്. ശരിക്കും കുത്തനെ കിടക്കുന്ന ഒരു ട്രയലാണത്. അതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇത് കയറി പോകാനായിട്ട്. കിടിലം വ്യൂ അവിടുന്ന്, ഒരു രക്ഷയില്ല. ഒരു വിധത്തിൽ നമ്മൾ മേളിൽ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട്. ഒരു രക്ഷയില്ല. പാറയിലും ആ കമ്പിയിലൊക്കെ അള്ളിപ്പിടിച്ച് ഉള്ള യാത്രയാണിത്. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഭയങ്കര റിസ്ക്കാ. അങ്ങനെ കുറേ നേരത്തെ എന്താ പറയുക, അത്രയും റിസ്ക് പിടിച്ചൊരു ഹൈക്കിങ്ങിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. സോ നമുക്ക് ബാക്കി കാഴ്ച അവിടെ ചെന്നിട്ട് കാണാം.